നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മാതിരി തന്നെ നമ്മൾക്ക് ഇപ്പോഴും റെഡ് കളർ വണ്ടിയും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർ കുറച്ച് കമൻറ്റ് ചെയ്തിരുന്നു റെഡ് കളർ വണ്ടി ഇത് മുന്നേ ചെയ്തല്ലേ എന്നൊക്കെ. അതല്ല, ഇതിപ്പോൾ റെഡ് കളർ വണ്ടി ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഈ ഒരു മാസം തന്നെ ഇപ്പോൾ 3-4 വണ്ടി 3 വണ്ടിയോളം നമ്മൾ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മുന്നേ ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോളോ റെഡ് ആയിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയിൽ അടിച്ചിരിക്കുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ റെഡ് കളറാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. മെറ്റാലിക്കൊക്കെ പറഞ്ഞ റെഡ് കളറാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഫൈനൽ സെറ്റിങ് അതുപോലെ ഫൈനൽ ബഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2000 ml യൂസ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ബഫിംഗ് പാഡ് യൂസ് ചെയ്ത് ബഫ് ചെയ്ത് അതിൻ്റെ ഒരു ഗ്ലോ ഫിനിഷിങ് ഫുള്ളായിട്ടുള്ള ഗ്ലോ ഫിനിഷിങ് പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ ചെയ്ത രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടൈൽ ലാമ്പ്, ടൈപ്പ് 4 കൺവേർഷനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഫ്രണ്ടിലെ ഗ്രില്ല് നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചു. അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന ഡിക്കിയുടെ ക്രോം പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ബോണറ്റിൻ്റെ ക്രോം നമ്മൾ സാധാ ക്രോമായിട്ട് നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലുക്ക് ഇപ്പോൾ ക്രോം റെഡിൽ ക്രോം വരുമ്പോഴും അതൊരു പ്രത്യേക ലുക്ക് ആയതുകൊണ്ട് തന്നെ ബോണറ്റിൻ്റെ ക്രോമും ഫോഗ് ലാമ്പിൻ്റെ ക്രോമും നിലനിർത്തി തന്നെ ചെയ്തിട്ടുണ്ട്. റെഡ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ മുന്നേ പോയ ഒരു പോളോ റെഡ് എന്ന് പറഞ്ഞത് അതിൽ മെറ്റാലിക് ഒന്നും ഇല്ലാത്തൊരു പ്ലെയിൻ റെഡാണ്. പക്ഷേ ഈ ക്രിസ്റ്റ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ മെറ്റാലിക്കൊക്കെ വരുന്ന ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ കളറും കൂടിയാണ് ക്രിസ്റ്റ റെഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു കളറ് നമ്മൾ അടിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രണ്ട് ഗ്രില്ലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫ്രണ്ട് ഗ്രില്ലും അതേപോലെ ഡിക്കിയുടെ ഈ ഒരു ക്രോമും പിയാനോ ബ്ലാക്കും കൊടുത്തപ്പോൾ വണ്ടിയുടെ ലുക്ക് തന്നെ ആകെ മാറി. നമ്മളിപ്പോൾ സ്പോയിലർ പിയാനോ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിലുകൾ ഓൾറെഡി ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ കളറ് ബോഡി കളറായുള്ള ഹാൻഡിലുകളായിരുന്നു. അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഫുൾ ക്രോം വരുന്ന ഹാൻഡിലുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബമ്പർമ വരുന്ന റിഫ്ലക്ടർ LED ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് കളേഴ്സ് അടിക്കുമ്പോൾ അതിൻ്റെ ബോഡിയിൽ വരുന്ന ഷേപ്പ് പ്രോപ്പറായിട്ട് എടുത്തില്ലെങ്കിൽ ശരിക്കും നല്ല മെനകേട് തന്നെയായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഈ റെഡ് കളർ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത്ര നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ബോഡി ഷേപ്പിംഗ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു ഡാർക്ക് കളറായാലും ലൈറ്റ് കളറായാലും ബോഡിക്ക് വരുന്ന ഷേപ്പാണ് ഏതൊരു വണ്ടിയുടെ കാണാനുള്ള ഭംഗി എന്ന് പറഞ്ഞത് തന്നെ. ഓക്കെ, അത് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അതേപോലെ എല്ലാ വണ്ടിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ വണ്ടിക്കും ഇപ്പോൾ നമ്മൾ അപ്പുറത്ത് ഗാർണറ്റ് റെഡ് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് ഒരു ഗോൾഡൻ കളർ ഇന്നോവ കുട്ടികൾക്ക് ചെയ്യുന്നു. അകത്ത് ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു ഗാർണറ്റ് റെഡിൻ്റെ. ഓക്കെ, അതേപോലെ നമ്മൾ ഓരോ വണ്ടിയുടെയും ഷേപ്പ് പ്രോപ്പറായിട്ട് തന്നെ എടുത്തിരിക്കണം. എന്നാലാണ് ഈ ഗ്ലോ ഫിനിഷിങ്ങിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിഴലും കാര്യങ്ങളും കാണാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ലൈനിൽ ഒരു ട്യൂബ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ട്യൂബിൻ്റെ ലൈൻ കറക്റ്റായിട്ട് വരണം. ആ ലൈൻ ഇതെങ്ങനെയാണ് പോകണമെങ്കിൽ അതിനകത്ത് അവിടെ പ്രോപ്പറായിട്ട് ഷേപ്പിംഗ് അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മളെന്തായാലും പ്രോപ്പറായിട്ട് എടുത്തിരിക്കണം കേട്ടോ. യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാറി തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി പാർട്സുകളും. നമ്മൾ നല്ല ബോഡി പാർട്സുകൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. അതേപോലെ തന്നെ പിന്നീട് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. സെറ്റിങ് പ്രോപ്പർ അല്ലെങ്കിൽ വണ്ടിക്ക് പറഞ്ഞ ഈ ഒരു സെറ്റിങ് പ്രോപ്പർ അല്ലെങ്കിൽ കാണാനായിട്ട് വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് AGP എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി പാർട്സ് മെറ്റൽ പാർട്സുകൾ AGP ആണ്. ഗ്രില്ല് ആക്യുറേറ്റ്, ബമ്പർ ആക്യുറേറ്റ് അല്ലെങ്കിൽ AGP. ഇത് തായ്വാൻ മെയ്ഡ് ഹെഡ്ലൈറ്റുകളാണ്. ബാക്കിലും പറഞ്ഞത് തായ്വാൻ മെയ്ഡ് ഹെഡ്ലൈറ്റുകളാണ്. ഡിക്കിയുടെ ക്രോമ ആക്യുറേറ്റ്. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഇതേപോലുള്ള ഗ്യാപ്പ് കറക്റ്റ് ചെയ്തിട്ടുള്ള സെറ്റിങ്ങുകളും ചെയ്യണതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെറ്റിങ് ചെയ്ത് ഇതേപോലെ ഷേപ്പ് എടുത്ത് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് ഫൈനൽ ചെയ്താലാണ് ഏതൊരു വണ്ടി കാണാനുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾക്കിപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ഈ രീതിയിലേക്ക് കൺവേർഷൻ ചെയ്യാനായിട്ട് നമ്മൾക്കിപ്പോൾ വരുന്ന ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120 ആണ്. ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED ടൈൽ ലാമ്പ്, ടൈപ്പ് 4 കൺവേർഷൻ. അതിൽ നമ്മളിപ്പോൾ വണ്ടിക്ക് കൂടുതലായിട്ടുള്ള പാച്ച് വർക്ക് ഉണ്ട്. അതേപോലെ കൂടുതലായിട്ടുള്ള തിരുമ്പൻ്റെ ഇഷ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
അതിന് ചാർജിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ കളറിൽ ഇപ്പോൾ റൂഫ് ബ്ലാക്ക് അടിക്കണം, പേൾ വൈറ്റ് അടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതല്ലെങ്കിൽ ഈ സെയിം 1.20 വരെ ഉള്ളൂ. അതിന് പ്രോഗ്രാം 1300 രൂപയും അതേപോലെ വെതർ സ്ട്രിപ്പ് ഇവിടെ പറഞ്ഞ വെതർ സ്ട്രിപ്പ് 1600 രൂപയും അഡീഷണൽ ചാർജ് വരും. ബാക്കി റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുത്തത് നിങ്ങൾക്ക് കാണാം. പിന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്. ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു, അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ ഒരു കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതനുസരിച്ച് ഓരോ വണ്ടിക്കാർക്കും അതേപോലെ കസ്റ്റമേഴ്സിനും അഭിപ്രായങ്ങൾ പറയാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ മിററും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടില്ല, അത് വാഷിങ്ങിന് ശേഷം സെറ്റ് ചെയ്യുള്ളൂ. അത് പിയാനോ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മിറർ അത് ഇൻഡിക്കേറ്റർ പറഞ്ഞ ക്രോം നമ്മൾ പിയാനോ ബ്ലാക്ക് അടിക്കുക ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിൽ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഒന്നും എൻ്റെ അടുത്ത് ശരിയാ ഇറങ്ങുന്നെടുക്കാം. നീ എവിടെ നീ എവിടെ
ശരി എന്നാൽ ഓക്കെ ശരി.